ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കുക്കുനെയും കൊണ്ട് ട്രിപ്പ് ഒന്നും പോണില്ലേ എന്ന്. അപ്പൊ ഞങ്ങള് എന്താ പറയാ ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ വലിയ സ്ഥലത്തേക്കൊന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ കുക്കുവിനെ ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട്. അവ എൻജോയ് ചെയ്യണം, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ഇതിന് ഞങ്ങൾ കാശ് കൊടുക്കാന്നാ പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കാശ് കൊടുക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വലിയ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അതായത് ട്രിപ്പ് പോകാനുള്ള പൈസ എന്നുള്ള രീതിക്കുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് കുക്കുവിന്റെ കാശ് കൊടുക്കിയത്. അപ്പൊ കുക്കുവിന് എന്തെങ്കിലും മേടിക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷെ എന്താ പറയാ, അവസാനം ഞങ്ങൾ വിചാരിച്ചു ഈ വെക്കേഷനിൽ ഇത് പൊട്ടിച്ച് നമുക്ക് ഇതിനുള്ള ബഡ്ജറ്റിനുള്ള ട്രിപ്പ് പോവാന്ന്. ഇതിൽ കൂടുതലും ചില്ലറ പൈസയാ, എത്ര രൂപ അറിയില്ല. അപ്പൊ നമുക്കിത് പൊട്ടിച്ചു നോക്കാം. ഓൾമോസ്റ്റ് അതിൽ ഫില്ലാണ് ഇട്ടാ. നോട്ട് കീറാതെ എടുക്കിട്ട കണ്ണ. എനിക്കിത് പൊട്ടിക്കാൻ പേടിയായിട്ടാണ് കണ്ണന് കൊടുത്ത്, കാരണം നോട്ടെങ്ങാനും കീറിപ്പോയാലാ. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് പൊട്ടിച്ചു. ഇതിൽ ഏകദേശം എത്ര രൂപ കിട്ടുന്നത് ഗസ് ചെയ്യുന്ന ആൾക്കൊരു സമ്മാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. 500, 1, 2, 3, 4, 5, 6, 7, 8, 9. മൊത്തം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് 1500 രൂപ. ശരിക്കും 500 രൂപ ഇല്ല, ഇത് ഞാൻ ഇന്ന് കാലത്ത് ഇട്ടതാ, ഒരു വിഷമം തോന്നിയിട്ട്. അപ്പോൾ ശരിക്കും കറക്റ്റ് പറഞ്ഞാൽ 1000 രൂപയാണ് ഉള്ളത് കേട്ടോ. 1000 ഒരു 12 രൂപയുണ്ട്. ഒരു നോട്ട് കീറിപ്പോയി, പിന്നെ ഒരു 2 രൂപ എക്സ്ട്രാ ഉണ്ട്. അവനെ നമ്മൾ കൂട്ടുന്നില്ല. അപ്പോൾ ടോട്ടലി 1000 രൂപ, 1500 രൂപ. 1500 രൂപ എന്ന് കമൻറ്റ് ഇട്ടതിൽ ഒരാളിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് പൈസ കൊടുക്കാം. 1500 രൂപ കൊണ്ട് ട്രിപ്പ് പോകാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ഒരു വീക്കിലി പണിയെടുത്ത പൈസ ഉണ്ടല്ലോ, കണ്ണം പണിക്ക് പോയ ഒരു പൈസയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പോകണത്. അപ്പോൾ ഇതുകൊണ്ട് പെട്രോൾ അടിക്കാനും ഫുഡ് കാശും ഇതിനുള്ള ചിലവേ നമ്മൾ ചെയ്യുന്നുള്ളൂ, ആർഭാടമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് കടയിൽ കൊണ്ടുപോയിട്ട് ചേഞ്ച് ആക്കിയിട്ട് വരാം. നാളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, ഇതൊക്കെ പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് 7 മണിക്കാണ് യാത്ര പോണത്. യാത്ര പോയിട്ട് ഇന്ന് തന്നെ വരും കേട്ടോ, അല്ലാണ്ട് 3 ഡേ ട്രിപ്പ് ഒന്നുമല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് ചെറിയൊരു ട്രിപ്പ്. പക്ഷേ കുക്ക് എൻജോയ് ചെയ്യണം, അത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ടോപ്പും ഈ ഒരു പാൻറ്റാണ് ഇട്ടിരിക്കുന്നത്. മുടി തോണ്ട ഇങ്ങനെയാണ് കെട്ടിയേക്കുന്നത്, കാരണം നമ്മൾ സ്കൂട്ടിമേ പോണത്, നമുക്ക് കാറിലല്ലോ. അപ്പോൾ അതുകൊണ്ട് മുടി അവിടെ എത്തുമ്പോഴേക്കും ചപ്പറ പറയും. അപ്പോൾ തൽക്കാലം ഇങ്ങനെ കെട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇവിടുന്ന് ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് നല്ല ഫുഡ് കഴിക്കുന്നത്. വീട്ടിൽ പോയിട്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടാണ് പോണത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ട്രിപ്പ് പോവട്ടണ്ട, സ്വിമ്മിംഗ് പൂളിൽ മീന്തുവോ നീയേ? ആ മീന്തി പോവോ? ജട്ടിട്ടിട്ട്. അവൻ ജട്ടിട്ടിട്ടാണ് ഗൈസ് സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ പോണത്. അവൻ നീന്താന്നല്ല കേട്ടോ പറയാ, മീന്തിയ. വാതിലൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടോ, വാതിലൊക്കെ പൂട്ടി ഇറങ്ങി. പക്ഷെ കാശ് എടുത്തിട്ടില്ല. വാതിൽ പൂട്ടുന്ന നേരത്താണ് കാശ് എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. നമ്മൾ കാശ് എടുക്കാൻ വന്നേക്കാണ്. നമ്മളപ്പോൾ രാവിലത്തെ ഭക്ഷണം തോണ്ട വീട്ടിൽ വന്നിട്ടാട്ടോ കഴിക്കണത്. അത്രയും ചിലവ് കുറഞ്ഞു കിട്ടൂലോ. അച്ഛാ, ഞങ്ങൾ നല്ല കുക്കുവിന്റെ കാശ് കൊടുക്ക പൊട്ടിച്ചു. 1500 രൂപ കിട്ടി. നോർമലി വഴി തെറ്റാറില്ല, പക്ഷെ ഇത്തവണ വഴി തെറ്റി ചെറുതായിട്ട്. ഇപ്പം കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഡ്രീം വേൾഡിലേക്കാട്ടോ വന്നേക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കാ. ഞാൻ നാണക്കേടൊക്കെ പോലെ തോന്നുന്നു. പണ്ട് വന്നിട്ടുള്ളതാ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഡ്രീം വേൾഡ്. വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സിൽവർ സ്ട്രോമിക്ക് വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ എല്ലാവരും ഊട്ടിക്കൊക്കെ ടൂർ പോയപ്പോൾ ഞാൻ മാത്രം സിൽവർ സ്ട്രോമിക്ക് ടൂർ പോയത്. അങ്ങനെ കുറേ പേരുണ്ട്. എന്തോ അല്ലേ, അതെ, അകത്തേക്ക് ഫോൺ കയറ്റും. പക്ഷേങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ, നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ മിസ്സാവുമോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് എടുക്കുന്നുള്ളൂ. അല്ലേ? എനിക്ക് ടെൻഷനാ. ഞാൻ മിക്കതും എൻ്റെ ഫോൺ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. വേണ്ട അത് വേണ്ട. ഒരു കുപ്പി വെള്ളം തരുമോ ചോദിച്ചപ്പോ വാങ്ങിയൊന്നുമില്ലേ? സമൂസ
സമൂസ വേണമെന്ന് പറഞ്ഞപ്പോഴേ സമൂസക്ക് വരി നിൽക്കാൻ നല്ല ഇഷ്ടം. കണ്ണാ മിണ്ടാണ്ടിരിക്ക്, ആ ചേച്ചി അടിക്കിട്ടാ. സാമ്പാർ, ചോറ്, വേറെ ഒന്നും ആയിട്ടില്ല. തിരക്കാവണൊക്കെ മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നല്ല മഴക്കാറുണ്ട്. ഭാഗ്യം നമ്മൾ നേരത്തെ ഇറങ്ങിയത്. ശരിക്കും 6 മണി വരെ ഉണ്ട് പാർക്ക്. പക്ഷെ ഞങ്ങളൊരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാതും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങി. എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായി? മഴ. അങ്ങനെ ഞങ്ങൾ ട്രിപ്പെല്ലാം പോയി വന്നു, സേഫായി വീട്ടിലെത്തി. പക്ഷെ മുടി പിപ്പിരി കട്ടം പോലെ നല്ലപോലെ ഒട്ടുന്നുണ്ട് ക്ലോറിൻ്റെ വെള്ളത്തിൽ കുളിച്ചിട്ട്. അപ്പോൾ ഞാനങ്ങനെ ലോങ് വീഡിയോ ഫുള്ളായിട്ട് വോയിസ് ഓവർ കൊടുക്കലാണ് പതിവ്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് അപ്പപ്പുള്ള വോയിസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലാണ് കേട്ടോ. ഇതിപ്പോൾ പോലും എനിക്ക് എന്തോ പോലെയാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. ഷോർട്സ് വീഡിയോയിൽ ഇങ്ങനെ കലകല പറയണ പോലെ എനിക്ക് ലോങ് വീഡിയോയിൽ പറയാനായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലെ അങ്ങനെ ഓൺ വോയിസ് ആയിട്ടുള്ള ലോങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.